നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കിഫ്ബി ഒന്നാംഘട്ട വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലബാർ ക്യാൻസർ സെന്ററിൽ സജ്ജമാക്കിയ നൂതന ചികിത്സാ സംവിധാനങ്ങൾ ഡിസംബർ 26 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കിഫ്ബി ഒന്നാംഘട്ട വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലബാർ ക്യാൻസർ സെന്ററിൽ സജ്ജമാക്കിയ നൂതന ചികിത്സാ സംവിധാനങ്ങൾ ഡിസംബർ 26 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലബാർ ക്യാൻസർ സെന്റർ കിഫ്ബി ഒന്നാം ഘട്ടം എന്ന തലക്കെട്ടിൽ നിർമ്മിച്ച് പ്രവർത്തന സജ്ജമായ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഈ വരുന്ന 26-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിർവഹിക്കുന്നത്. ഈ ഒന്നാം ഘട്ടം പദ്ധതിയിലേക്ക് കിഫ്ബി ഒന്നാം ഘട്ടം പ്രോജക്റ്റിലേക്ക് വരുന്ന പദ്ധതികൾ ഇവയാണ്. ട്രീറ്റ്മെന്റ് ആൻഡ് അക്കാഡമിക് ബ്ലോക്ക് 4 നില കെട്ടിടമാണ് ട്രീറ്റ്മെന്റ് ആൻഡ് അക്കാഡമിക് ബ്ലോക്ക്. അത് 81.69 കോടി രൂപയ്ക്ക് കരാറായ പ്രവൃത്തി 97.55 കോടി രൂപയ്ക്കാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 2020 നിർമ്മാണം ആരംഭിച്ച് 2024 നമുക്ക് പൂർണ്ണ സജ്ജമായി അത് പ്രവർത്തനം ആരംഭിക്കാൻ പറ്റുന്ന രീതിയിൽ നിർമ്മിക്കാൻ പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിച്ചു. ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എം ഷംസീർ മുഖ്യ അതിഥിയായിരിക്കും. ഷാഫി പറമ്പിൽ എം പി മുഖ്യ പ്രഭാഷണം നടത്തും. MCC ഡയറക്ടർ ഡോക്ടർ ബി സതീഷ് ബാലസുബ്രഹ്മണ്യം റിപ്പോർട്ട് അവതരിപ്പിക്കും. നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി, തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി IAS തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പി നിസാമുദ്ദീൻ, അനിത തയ്യിൽ, PK സുരേഷ്, PC റീന എന്നിവർ പങ്കെടുത്തു. 26-ാം തീയതി പകൽ 12 മണിക്കാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങ്. ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്, കൂടാതെ നമ്മുടെ ബഹുമാനനീയായ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ, നമ്മുടെ ബഹുമാനപ്പെട്ട MP ശ്രീ ഷാഫി പറമ്പിൽ, ഹെൽത്ത് സെക്രട്ടറി, മറ്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ തുടങ്ങിയിട്ടുള്ള പ്രമുഖരെല്ലാവരും തന്നെ പങ്കെടുക്കുന്നതാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. സമഗ്ര ന്യൂസ്, പാനൂർ.